ഇല്ല, നമ്മളെല്ലാം ഗൾഫിലായി. ഹലോ ഗൈസ്, നിയാസ് ജേണീസിൻ്റെ നമ്മളെ ആദ്യത്തെ വ്ളോഗായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇന്ന് റിജോൻ്റെ റൂമിൽ നല്ല കിഡിലം ബീഫ് ഉണ്ടാക്കും. നമ്മളെ മാസ്റ്റർ റിജോ ഷിഫ് ആരുടെ റൂം? എന്നാൽ ഇവൻ്റെ റൂം കൂടിയാട്ടോ, റിൻഷാൻ്റെ റൂം കൂടിയാണ്, നമ്മുടെ റൂം കൂടിയാണ്. നമ്മുടെ റൂമിൽ എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ റിജോൻ്റെ റൂമാണ്. എന്തെല്ലാം കാട്ട്. അപ്പോൾ നമ്മളെ ഐറ്റം നല്ല കിഡിലം ബീഫ് റിജോൻ്റെ അല്ലേ? റിജോ അല്ലേ? സെറ്റാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ തൃശ്ശൂർ നമ്മളെ റിജോൻ്റെ കിഡിലൻ ബീഫായിട്ടൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓൻ്റെ സ്പെഷ്യൽ ഐറ്റം. നെക്സ്റ്റ് സ്റ്റോപ്പ് വേണം, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി സാധനമൊക്കെ വാങ്ങണം. അത് കഴിഞ്ഞിട്ട് റിജോൺ റൂം പോയിട്ട് നമ്മൾ ബീഫ് സെറ്റാക്കും. ബീഫ് സെറ്റായി കഴിച്ചിട്ട് ഒരു ഫിലിമും കണ്ട് സെറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. എന്താ റിജോ സെറ്റ്? എന്ത് സെറ്റ്? സാധനം മേടിക്കും, നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. റിജോ പറ മോനെ, നോക്ക്. യെസ്, ഞങ്ങൾ ബീഫ് ഉണ്ടാക്കാൻ പോടാ. റീല് പെടും. നീ ഫാൻസ് എന്റെ ഒരു ഫോളോവർ കിട്ടിയെന്ന് പറയും. ഗൈസ്, ഫോളോവർ. ഇപ്പൊ നമുക്ക് ഫാൻസിനെ കൊണ്ട് നടക്കാൻ വയ്യ. ഞാൻ ഫ്രണ്ടിൽ കയറാം. ആ വണ്ടി എടുക്ക. ഒരു വണ്ടി മതിയറാ. ഒരു വണ്ടി വരെ റൂമിൻ്റെ എടുക്കാം. റൂമിൻ്റെ അവിടെ ഒക്കെ പോലും എന്നാ പോവാ. യാതാ എടേ അവിടെ വണ്ടി പോകാം. ദന്തരാജ്, വാട്ട് ഈസ് ദിസ്? നമ്മുടെ ബാക്കിൽ കയറണം അല്ലേ? എടാ വണ്ടി ഫുൾ പോകട്ടോ. നല്ല തണുപ്പിന്റെ. റിജോ ഏത് മൂട്? അംബാനി മൂട്. അത് സാലി ഇറക്കിയതാ. അടുത്ത് പറയും ഗൈസ്. ഞങ്ങൾ നെക്സ്റ്റ് ലേക്ക് പോകണം ഗൈസ്. നെക്സ്റ്റ് ആണ്, നെക്സ്റ്റ് അല്ല. എടാ എന്റെ ബീഫ് എങ്ങനെ, ഫ്രൈ ആണോ റോസ്റ്റ് ആണോ? എനിക്ക് എങ്ങനെ വേണം? ഈ പറയാം. എന്റെ സ്റ്റൈൽ ഏതാ? നമ്മൾ ഏത് സ്റ്റൈലും വെക്കും. അങ്ങനെയാണല്ലേ? ഡ്രൈ ഫ്രൈ വേണോ നിനക്ക്, അതോ ബീഫ് റോസ്റ്റ് വേണോ? മുരിമുരി പൊറാട്ടയും നല്ല മറ്റേ കുരുമുളക് ഇട്ടുള്ള ഒരു സെമി ഗ്രേവി വെച്ചുള്ള കറിയില്ലേ, അല്ല നടക്കുവോ? അതെങ്ങനെ വെക്കുക? നമുക്കറിയോ? അവര് മാത്രമേ കാര്യമുള്ളൂ. ഒരു പരിപാടി ഇല്ല. ഞാൻ പോവാണ് നാട്ടിൽ പോവാണ്. ഫോട്ടോ എടുക്കുന്ന അറിയണ്ടേ? എന്താണ് ഉറക്കറിഞ്ഞത്? എല്ലാരും തന്നെ ചോദിക്കുന്നത് കപ്പിന്റെ പ്രൊമോഷൻ ആണോ? ഇതാണ് ഞാൻ കളിക്കാൻ പോകത്ത്. ഞാൻ നിർത്തി കളിക്കാൻ പോകാൻ. കപ്പടിച്ചാലും പ്രശ്നം. എന്താ ഞാൻ അങ്ങനെ കളിക്കാൻ പോലിട്ടോ. ഇനി ഇപ്പൊ നാട്ടുകാർക്ക് അറിയാൻ എന്താ ചുറ്റി കളിക്കുന്നത്? പാർക്കിൽ കേട്ടോ മോനെ. ഡ്യൂട്ടി കഴിഞ്ഞോ? നല്ല ഇറക്കാവും. നല്ല എത്ര തണുപ്പായാലും ഇവിടെ കണക്കാണ്. ഇപ്പൊ പിള്ളേരോട് തുമ്മിറങ്ങി നാളെ കിട്ടിട്ടു മോനെ. ആദ്യം ബീഫ് നല്ല നല്ല കിട്ടില്ല സാധനമാണ്. ബീഫ് ബോൺലെസ് എടുക്കണം. ബോൺലെസ്സാ? അതിൽ കുറച്ച് ഇറച്ചി 25 രൂപ എടുത്തരാം. ഒരു കിലോ എടുത്തരാം. ഒന്നാണോ? ഒരു നേരത്തേക്കല്ലേ? ഒന്ന് വേണോ? ആരെടുത്താൽ മതിയോ? അല്ല മറ്റേ വേഗം കട്ടൊന്നും മതി. 100 ഗ്രാം കൂടുതൽ എടുക്കാം അല്ലേ? ചെറിയൊരു പീസാക്കി നോക്കിയോ? കറിക്കുള്ളതാ? ഏതാ? റിജോ നെക്സ്റ്റ് എന്താ?
ഇതാ ചങ്ങായി ചൊള്ളാണല്ലോ. കപ്പിള് ഒരെണ്ണം മതിയോ? രണ്ടേ കളിക്കണോ? ഒന്ന് ചെറുതെടുത്തോ, നല്ല പഴുത്ത് അടുത്ത് പഴുത്ത് അങ്ങനത്തെ പൈസല്ലോ എത്താൻ്റെ റിജോ തക്കാളി എടുക്കാനുണ്ട്. നല്ല പഴുത്തെടുത്തോ. ഓക്കെ, നെക്സ്റ്റ് എന്താ? വെളുത്തുള്ളി ഉണ്ടോ? കവറിലാണ് കവറിട്ടോ. കിട്ടും അവിടെ ഉണ്ടോ? സാമ്പാർ, മീറ്റ് മസാല. ഇങ്ങനെയാണ് ആക്കാൻ പോകുന്നത്. ഫ്രൈ ആണോ? കറി കുറച്ച് വേവിച്ചിട്ട് പിന്നെ അത് വറ്റിച്ചെടുക്കും. ആ സെമി ഗ്രേവി പിന്നെ വറ്റിച്ചെടുക്കണം. ഇനിയിപ്പോ ഞാൻ ബില്ലടി എന്താണ്ടേ പച്ചമുളക് എടുക്കാം. സാധനം കാണല്ലേ? ഒറ്റ വാരൽ വരണം. എത്തിരുന്നു സാധനം പോയി ഗൈസ്. ക്യാപ്സിക്കം എടുത്തരാം. അതിൻ്റെ ആവശ്യമാണ്. ഞാൻ അത്ര വലിയ ഷെഫ് ഒന്നുമില്ല. ഞാൻ നമിക്കുന്നുണ്ട് ചേരാണ്. മൂലം കണ്ടു ആയിരിക്കും. ബീഫ് ഫ്രൈ, ബീഫ് മസാല, തക്കാളി ഒക്കെ അവരടിച്ചോളൂ. തക്കാളി മുളകും വരുന്നുണ്ട്. ഇതാ പച്ചമുളക് എൻ്റെ കയ്യിൽ അടിക്കണ്ടേ? പച്ചമുളക് ഒട്ടിച്ചിട്ടോ? സൽമാൻ്റെ കൊടുത്തേ. സൽമാൻ്റെ അവിടെ അടിക്കണം. നമ്മൾ പോവാണ്, നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാണ്. ഉള്ളിൽ വെച്ചാ പറയാ. എവിടെയാണ് കുഴപ്പമില്ല. ചടക്ക് ഞാൻ വിളിക്കാം, റോലത്തിൽ വിളിക്കാം. റിജോ സൊല്ലടാ. റിജോ നിന്റെ എല്ലാം നീ മൈക്കിലുകൾ ചോർത്തുന്നുണ്ട് ഗൈസ്. അമ്മനെ കുറിച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തു. ഡൗട്ടൊക്കെ നമ്മളെല്ലാം ക്ലിയർ ചെയ്തു. നമ്മൾ വെക്കൽ മാത്രമേ ഉള്ളൂ. 2 കൊല്ലാരി ബീഫ് വെക്കാറില്ല. ഭയങ്കര മോശം കേട്ടോ. മോശമാണ്. മഴയായിട്ട് നല്ല സുഖമുണ്ടല്ലേ. നമുക്ക് വേണ്ടി ഇങ്ങനെ സിഗ്നൽ യൂട്യൂബ് എങ്ങനെ ബീഫ് ഉണ്ടാക്കാം യൂട്യൂബിൽ നോക്കിയിട്ട് നാണ കരുതല്ലേ. ഇതാണ് ഇന്നർ സിറ്റി ബിൽഡിംഗ്. ആര് റിയാദിൽ മലാദിൽ വരാണെങ്കിലും ഈ ഒരു ബിൽഡിങ്ങിൽ വന്നിട്ട് റൂം എടുത്ത് താമസിക്കാം. എന്താ നല്ലൊരു ഓപ്ഷനാണ്. കയ്യിൽ പോക്കറ്റിൽ പൈസ വേണമെന്ന് അറിയില്ല. ഇവിടെയാണ് ഗൈസ് റൂം വരുന്നത്. നമ്മളെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ കാട്ടുന്ന ഒരു പിടുത്തമില്ല. മറ്റേ കോഴിക്കോട്ടിലെ അനസ് പറയുന്ന പോലെ അനസ് വ്ളോഗ് 21 ഓനൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ. ഓനെ അറിയോ ഗൈസ്? ഇൻസ്റ്റാഗ്രാമിലല്ല ഗൈസ്, യൂട്യൂബിലേക്ക് വരും. യൂട്യൂബിലേക്ക് അതുപോലെ നമ്മുടെ യൂട്യൂബിലേക്ക് വരും നിങ്ങൾ ഗൈസ്. നമ്മൾ റൂമിൻ്റെ അടുത്ത് തിങ്കളാഴ്ച അതെ ഗൈസിനൊരു നമ്മൾ അടുത്ത വണ്ടി അവിടെ അതിൻ്റെ ബാഗിൻ്റെ എടുത്തോളൂ. അറിയിക്കോ കറയല്ല കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ. ഇവിടെ സേഫ് അല്ലടാ? സേഫ്. കള്ളന്മാരെ പ്രശ്നമില്ലല്ലോ. കള്ളന്മാര് വന്നാൽ മാത്രം പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമില്ല. ആരോ കണ്ണ് മോനെ എന്താ ഫ്രൈ ചെയ്ത് വെച്ചിക്കണേ. ചെരുപ്പിടക്കണ്ടേ? കടലിന്റെ മക്കളാ കടലിന്റെ. കിച്ചണിലോ ഇവിടെ? എവിടെയാ? ഇവിടെ കിച്ചൺ. പറക്ക എന്റെ കിച്ചൺ എത്ര വലിപ്പല്ലോ. ബീഫ് അല്ലേ? ബീഫല്ലേ? ബീഫ് തന്നെ. ഇത് ഇഞ്ചി പച്ചമുളക് പത്രല്ല കട്ടി ഡബിൾ കഴുകാണ് ഗൈസ്. ചപ്പാത്തി വെക്കണല്ലേ? നമ്മള് സാഹചര്യം അനുസരിച്ച് വെക്കണല്ലോ. നീ റൂമിൽ പോയി തരുന്നോ? റൂമിൽ പോയി തരുന്നോ? എന്നാ എന്താ ചെയ്യാനുള്ളത്? തക്കാളി ഒപ്പിളിങ്ങാൻ ആയതോ അരിയാറില്ലടാ. അരിയാണ് പോയിട്ട് അത് ബീഫ് ബീഫ് ഒക്കെ അപ്പം ദായിലിട്ടിട്ടാണ്ട് ബീഫ് വെക്കാൻ പണിയൊന്നുമില്ല. ഒരു 3 ഉള്ളി വേണ്ടല്ലോ. ഒരു 2 ഉള്ളി എടുത്താൽ വെക്കാറുന്നൊരു കമന്റിൽ അറിയിക്കും. തക്കാളി തക്കാളിയാണോ?
തക്കാളിന്റെ ആവശ്യത്തിന് എടുത്തോ. എനിക്കൊന്ന് ഉള്ളി കൂടുതലായി മധുരം വരും. പറ്റുള്ളൂ. ഒരെണ്ണത്തായി ഉള്ളി കൂടുതലായി മധുരം വരും. ഒരു വാങ്ങാൻ പോയോ? ഒരു വാങ്ങാൻ പോയി. അത് നല്ല 2-3 കിട്ടോ? 2-3 എടുക്കാം. ഉള്ളി ഇരട്ടെ? നീ പറയണോ ഉള്ളി കഴിഞ്ഞോ? അവിടെ പോയി ആദ്യം കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നിട്ട് ഇല്ല തണുപ്പില്ല, വലിയ തണുപ്പില്ല. അങ്ങനെയല്ല, വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴല്ലേ ഫുള്ള് കൂടും. തൊലി മാത്രല്ലേ ഇതിലൊന്നുമില്ല. അതിന് കഴിക്കാൻ ജസ്റ്റ് ഇതാക്കി വെച്ചാൽ മതി. ആ സെറ്റാക്കിട്ട് ഇടാം. എന്റെ കലാവിരുദ്ധത്തിൽ കാണുന്നുണ്ട്. വിജയൊരു കില്ലാടിയാണ് ഗൈസ്. അത് നാളെ തരാമെന്നാ ചേരാ. അത് മൂച്ചിലായിട്ട് ഫ്ലോ കിട്ടുന്നില്ല കേട്ടോ. കത്തില്ല. ഞാൻ ഇത് മസാല കുപ്പി എടുത്തുകൊണ്ട് പോകാം. സവാള ഗിരി സവാള ഗിരി ജ്യൂസ് ഓനോ. നമ്മുടെ പ്രാഥമിക റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി തക്കാളി, ഉള്ളി, പച്ചമുളക് ഇടുക, കുക്കറിൽ വെക്കുക, ബീഫ് അടിക്കുക, വേവിക്കുക. ജോ ഞാനെടുക്ക്. വരാൻ പറയടാ, ഫുഡ് കഴിച്ചിട്ട് പോകാറ്. നാളെ എല്ലാവർക്കും ലീവ്. ജോ കുക്കർ എടുത്തോ. മസാലപ്പൊടി ഇതൊക്കെ എന്തൊക്കെ ആദ്യം എടാ ഞാൻ പറഞ്ഞടാ. കഴിയോ? ബീഫ് കഴിക്കോ? ആയിക്കോട്ടെ. കുക്കർ ഇട്ട് അപ്പൊ ഓനെ ചാവി ഇടണ്ടായിന്ന്. കുറച്ചിട്ടാ മതിയേ. ഇതെന്താ ഇനി അത് പോരടാ. കറിയാക്കാൻ വിടാലോ. നല്ല സ്മെല്ലുണ്ടല്ലേ. അത് ഇച്ചിരി ഉള്ളൂടാ. 1 കിലോ ബീഫില്ലേ? 1 മേലല്ലേ? ഒക്കട്ടോ. എന്റെ കുക്കിംഗ് കണ്ടിട്ട് ബാക്കിയുള്ളവർ ചെയ്ത് പഠിക്കണം. പെർഫെക്റ്റ് ആയിക്കണം. കുറച്ച് സവാള ഇടുന്നു. സവാള കിട്ടോ? ഫുൾ ഇട്ടോ? കട്ട് ചെയ്തിട്ടോ? ചെറുപ്പിന്റെ ഉള്ളിൽ തണുപ്പില്ല അല്ലേ? പുറത്ത് നല്ല തണുപ്പല്ലേ? മിക്സ് ചെയ്യണം. മുളക് പൊടി കുറവാ. മസാല ആദ്യം മൊത്തത്തിൽ പിടിക്കട്ടെ. പക്ഷെ അങ്ങനെ ഇട്ടേണ്ട ആവശ്യമില്ല. ഞാൻ ഡയറക്റ്റ് കുക്കറിൽ കിട്ടില്ല ചെയ്യാം. അല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇത് 5 മിനിറ്റ് റെസ്റ്റ് വെച്ചാൽ ഫ്രൈ ചെയ്യുമ്പോഴല്ലോ വലിയ പീസിനെ കട്ട് ചെയ്തോ. ഇതുണ്ടാവില്ല. അത് നോക്കിയില്ല നീ കഴുകുമ്പോ? സുലമാനൊക്കെ ബീഫ് തിന്നാനായിട്ട് വന്നാ. ഇതുണ്ടാവില്ല കേട്ടോ. ഡയറ്റാ, ഇറച്ചി മാത്രം തിന്നുന്ന ഡയറ്റാ. അത് കത്തി വെക്ക്. കഴുത്തിന് കത്തി വെക്ക്. ഉള്ളില് വേറെ പാക്ക് ഉണ്ടാക്കുക. ഉപയോഗിച്ച് പരിചയമല്ലേ? ഇത് കണ്ടു പഠിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഇത് ഒരിക്കലും നിങ്ങൾ ആവർത്തിക്കരുത്. ഒരാഴ്ച ലീവ് എടുക്കേണ്ടിരുന്നില്ല. കിട്ടുന്ന ബീഫോടെ കണ്ടിട്ട് സ്മൂത്ത് നല്ല ബീഫ്. നെയ്യൊക്കെ ഇഷ്ടം പോലെ. അതിങ്ങനെ ഇല്ല. ഞാൻ ഇതിൻ്റെ റെസിപ്പി ആരും പറഞ്ഞു കൊടുക്കാം. ചെറിയ മാത്രം ഞാൻ പാത്രം നല്ല വെള്ളം കൊണ്ട് കഴുകിയിട്ട് വെള്ളം കൂടെ വേണമെങ്കിൽ കഴിച്ചോ. ഇതൊന്നുമില്ല. അതിലില്ല. ഗെറ്റിലൊന്നുമില്ലല്ലോ. ഗെറ്റിലൊന്നുമില്ലല്ലോ. പെട്ടെന്ന് പരിപാടി. ജസ്റ്റ് അന്ന് പാത്രം ഒന്ന് കഴുകിയിട്ട് ആ പാത്രത്തിന് വെള്ളം കൂടെ വെച്ചാൽ മതി. ഗൈസ് ഇതാണ് നമ്മുടെ ബീഫ്. ഇത്ര എന്നോട്ടാ അത് നമുക്ക് ലാസ്റ്റ് വറ്റിക്കാം. നല്ല ഇതിലിട്ട് വറ്റിക്കല്ലേ. വെളിച്ചെണ്ണയും ചെറിയുള്ളി ഉണ്ടല്ലോ. ചെറിയുള്ളി വേണം. ചെറിയുള്ളി മേടിച്ചില്ല. ചെറിയുള്ളി കിട്ടില്ല. തക്കാളി ഉണ്ടാവില്ല. എന്താ വരുമ്പോ പോണേ? വരുമ്പോ വാങ്ങി മറി. വേണ്ട. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ടേസ്റ്റ് ഉണ്ടാക്കണം. ലാസ്റ്റ് നല്ലൊരു വറവിട്ടിട്ട്
വറ്റിച്ചങ്ങോട്ട് എടുക്കാം. അതെന്തിനാ നീ ലാസ്റ്റ് ഇടാനോ? കൂടൂലേ? എന്തുണ്ടത്? ഇതാണ് ടോപ്പില്ല. അത് വെള്ളം ഉള്ളൂ. അതിൽ ഉപ്പില്ല, ഇതിലല്ല വേവ് മതി. പറഞ്ഞല്ലേ? അല്ല തിളപ്പിക്ക് പറഞ്ഞരാ. ഇത് എടാ അതിൽ കുറച്ച് വെട്ടിച്ചാൽ ഇതിൽ സംഭവം സെയിമാണ്. ഇപ്പൊ വന്നിട്ട് അതിൽ ചൂടുണ്ടല്ലോ. ലാസ്റ്റ് ഇതിലേക്ക് തട്ടിയിട്ട് നമുക്ക് സെറ്റാക്കാം. എത്തങ്ങളുടെ ഗ്ലാസ് ഇങ്ങനെ ആ മുടിയാണ് മാറ്റിച്ചോ. അത് പറ്റിക്കോട്ടെ എന്നിട്ട് മൂടി കണ്ട വേവും. ഏത് അതില്ല കുറച്ച് വെള്ളം മാറ്റിക്കോട്ടെ. എന്തില്ല ഇതേ വെള്ളം കുടിപ്പോയി. എന്താ പറയാ നമുക്ക് അറിയാത്തല്ലേ, നമ്മളെ കുറ്റം പറയാം. ഇത്ര വെള്ളമേ ഉള്ളൂ, സിമ്പിൾ. എന്തറിയോ അതിൽ വറ്റും. വറ്റി കഴിഞ്ഞിട്ട് നമ്മള് ഇതിലൊക്കെ ആയിട്ട് സാധനം സെറ്റാക്കിയിട്ട് എല്ലാരും കൂടി നിങ്ങൾ പൊറോട്ട കിട്ടുമോ? ഈ ബ്രെഡ് ഇത് പേ മടുക്കൂടാ കാര്യത്തില്. സൽമ ഈ 2 പൊറോട്ട വെച്ചിട്ട് ഇതിട്ട് മറ്റേ ഇല്ലടാ അതിന് കൂട്ടില്ല. നമ്മൾ കറി നേരാക്കി മാറ്റാം. കഴിച്ചോ? കറിയൊക്കെ മാറ്റാം, ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. സെമി ഗ്രേവി വേഗം വാടുന്ന കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എക്സോസ്റ്റ് ഇല്ലല്ലോ, എക്സോസ്റ്റ് ഓണാക്കണം. അതാ എക്സോസ്റ്റ്. അതാ കോർണറിൽ ഓണാക്ക്. അതിന് ഇതെവിടെ? ഇവിടെ ഇല്ല, പുക പിടിക്കണടാ. ഞാൻ സ്വിച്ച് കാണില്ല. ഉണ്ടോ? ഞാൻ കറക്റ്റ് ആയിരിക്കും. മിയ മറ്റേ ഉപ്പില്ല തീരെ. മറ്റേ ഇല്ലടാ. എന്ത് കേട്ടോ? അതൊക്കെ ടേസ്റ്റ്. അതിൽ മസാല പിടിച്ച് എനിക്കൊന്ന് വെള്ളമായിട്ട് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ത് പഠിക്കണം? ബീഫിൽ അധികം എനിക്കൊന്ന് ബീഫ് കഴുകിയ വെള്ളം ഉണ്ടാവില്ലേ, അത് ബീഫ് കുടിക്കും. അതല്ലടാ, നമ്മൾ ഓൾറെഡി ബീഫ് കഴുകി വെക്കൂലേ, ആ ബീഫ് വെള്ളം കുടിക്കും കുറച്ച്. ആ വെള്ളം ഉണ്ടാവും അതിൽ. തക്കാളിന്നുള്ളിന്ന് പിന്നെ ലൈറ്റായിട്ട് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ ബീഫ് വെക്കുമ്പോൾ അല്ലേ. എന്താക്കണം? വെള്ളം കുറച്ച് ഇല്ല, എങ്ങനെ കാരണം പറക്കും എന്തായാലും. പോയില്ല ആവട്ടെ, ആയില്ല. എന്തൊരു അല്ലേ, ഒരുമാതിരി ദേഷ്യമുള്ള പോലെ ഉള്ളിയൊക്കെ അങ്ങോട്ട് വാടുത്തിട്ടില്ല. നമുക്ക് ഇന്നലെ കളിച്ചിട്ട് കിട്ടിയാണ്ടെങ്കിൽ പ്രൊഫഷണൽ കീപ്പറാണല്ലോ നീ. നിങ്ങൾ കൈ മടങ്ങിയടാ. മസാല കൂട്ട് സ്മെല്ല് മസാല കൂട്ടിയെന്ന് അറിയാം. അത് കണ്ടിട്ട് വറ്റുമോന് നാവിൽ വെച്ച് നോക്കാം. ഉണ്ടാവില്ല. ഡോക്ടറൊന്നും അനങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൈ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അവര് ഗ്രേവി ബാക്കി അതിൽ വെച്ചേക്ക്. എന്തിന് ബീഫിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അധികം. നമ്മളിപ്പോ തന്നെ തീർക്കാണല്ലേ കറി. നാത്തൊക്കെ കാണെങ്കിൽ കോരിട്ടാ മതിയോ? അവിടെ വെള്ളം ഫുള്ളായി കഴിഞ്ഞാൽ അതിശയൻ ഫുള്ളാണോ? ഗ്യാസ് ഓപ്പൺ അല്ലത്, ഓപ്പണല്ലേ. ഇതൊന്നുമില്ലല്ലോ, പഠിച്ചാന്നില്ല. നീ മറ്റേ തീർത്തിരുവാ ഇല ഇവിടെ അത് കഴുകുക. അതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കുക. അതിന് മുമ്പ് ആദ്യം ഉപ്പും ഇതൊക്കെ നോക്കണം. വറ്റട്ടെ, വറ്റിക്കോട്ടെ, അവിടെ വറ്റട്ടെ. ഞാൻ ഒന്ന് സെറ്റാകുന്നുണ്ട്. എൻ്റെ മോൻ ഒടുവിൽ ഗൈസ് സൂപ്പർ കിട്ടില്ല ബീഫ് സൂം ചെയ്ത് തരാം.
ഷെയ്ഡ് ഇത് ഉമ്മൊക്കെ ഞാൻ ഫുഡ് ഇങ്ങനെ മണപ്പിക്കാൻ പാടില്ല നമുക്കറിയില്ല അറിയില്ല നാവെ വെച്ച് നോക്കാം ഓക്കെ കുറവല്ലേ എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ട് വെള്ളത്തിന്റെ ആ വെള്ളം വറ്റട്ടെ മണക്കിന്ന് ഏയ് കലപില്ല അടുത്ത ഉൾപ്പെട്ട ചേറാ അണ്ണ കിട്ടണുള്ള ഭാഗ്യം കേട്ടോ എന്തേ ഈ ഉണ്ടാക്കൂലേ എനിക്ക് അവിടെ നോട്ടെ നീ വറ്റിക്കോട്ടെ അപ്പോഴത്തേക്ക് കുറച്ച് ഇല കഴുകിയിട്ട് നല്ല മിരിമിരിയായിട്ട് കട്ട് ചെയ്യണം കുറച്ച് തിളക്കട്ടെ ഇതൊക്കെ കണ്ട് സാലി നാട്ടിൽ നിന്ന് പ്രാഗുട്ടോ സാലി മാറി ക്യാമറയിലേക്ക് പറയും സാലേ കണ്ട് പടിയേറി അവസാനം നമ്മൾ ഇട്ടേണ്ടതാണ് മല്ലിച്ചപ്പ് അത് മേലെ കട്ട് കൊടുക്കുക ഇനി മസാല ഒന്നും വേണ്ട ഏത് ഈ ഇത് ഇലയും കൂടി ഇട്ട് കുറച്ച് വറ്റട്ടെ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടുണ്ട് ഇടുക ഉപ്പ ഇതിട് നാക്കി വെള്ളം വരുന്നു കഴുകട്ടെ തുറന്നു നോക്ക് ഏകദേശം വെള്ളം എനിക്കൊന്ന് വറ്റിണ്ടാവുന്നുണ്ട് തുറന്നേക്ക് നോട്ടെ തുറന്നോ കുനുകുനാന്നരിയണം എങ്ങനെ കുനുകുനാന്നരിയണം അല്ല ഇത് ഇരട്ട് അല്ല മൂടി കുക്കർ മേലെ കച്ചോ അടച്ചോ കുനുകുനാന്നിട്ട് മേലെ ബെതറി കൊടുക്കും കിടന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഫുഡാകുമ്പോൾ വലിയ പ്രശ്നം ചേർന്നു ഇത് വലിയ ഞാൻ ചോട്ടല്ലേ തമ്പുരാനറിയാ എന്താ പറയാ ഇങ്ങനെ ബെതറിട്ടു കുറച്ചുകൂടെ പറയാം ഇട്ടോ നീ ഇട്ട് അങ്ങനെ തന്നെ റിജോൻ്റെ ബീഫ് കറി നെയ്യുണ്ടല്ലേ നെയ്യുണ്ട് എനിക്ക് ആ ഇടുമ്പോഴേ തോന്നിയിട്ടത് നമുക്ക് ലാസ്റ്റ് കുറച്ച് ഇട്ടോ സാധനം ഇട്ടോ ഇനി എന്ത് ലാസ്റ്റിക്കില്ലടാ അതിക്ക് പിടിച്ചോളൂ ഇനി ലാസ്റ്റ് ഒറ്റ മറിക്കലായിട്ട് മറിക്കാം എനിക്ക് ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുള്ളിയാണെങ്കിലോ ടേസ്റ്റ് വേറെ മോനെ ഓക്കെ ബസ് ഒന്നും കൂടി ഒന്ന് മൂടി മൂടി വെക്കുക ഒന്ന് സ്ലിം ആക്കിട്ടോ സിമ്പിൾ തന്നെ കിടക്കണേ സ്ലിമ്മായി പോയി സ്ലിം അല്ല സിമ്പിൾ കിടക്കണേ സിം എന്ന് പറഞ്ഞാൽ വേറെ സിമ്മല്ല എന്താ പറഞ്ഞ വാക്ക് ആവില്ല ഉള്ളിലോയാ എന്തറിയോ അങ്ങനെ അല്ലടാ ഇതിപ്പോ ലോലല്ലേ നോക്കിയിട്ട് ഓഫാക്കി അല്ല നമുക്ക് ഇങ്ങനെ അല്ല അപ്പോൾ അതന്നെ പറഞ്ഞേ കാണിച്ചാ ഇങ്ങനെ ഇതാ ഇങ്ങോട്ട് എന്നോട് പെർഫെക്റ്റ് ഒരു 5 മിനിറ്റ് ചെയ്യുക വരിക പിന്നെ ഓഫാക്കി ഇടുക വെള്ളം കുറച്ച് മാറ്റിയിട്ട് ഓഫാക്കി ഇടുക എന്നിട്ട് 2 മറക്കിൽ മറക്കുക 4 പ്ലേറ്റിലാക്കുക അല്ല സൂപ്പർ അടിക്കുക തട്ടുക പൊറോട്ട അടിക്കുക ഗൈസ് അങ്ങനെ നമ്മുടെ അവസാന ഘട്ടത്തിലാട്ടോ ഇനി എഴുതുന്നൊരു പ്ലാന് ഇനി നമ്മൾ പൊറോട്ട മേടിക്കുന്നു പൊറോട്ട കഴിക്കുന്നു അപ്പം 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ പൊറോട്ട ഇവിടെ എത്തിക്കഴിയും ഇങ്ങനെ ചുറ്റിലും പൊറോട്ട വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഓരോ ഇതിട്ടാൽ നമ്മൾ ഒരു ഇതിട്ട് തന്നെ കുറവല്ലേ 1 കിലോ വാങ്ങിയിട്ട് തന്നെ 100 പൊറോട്ടേ ഒരാൾക്ക് 2 പൊറോട്ട ഇങ്ങനെ വെച്ചാൽ എന്നിട്ട് അതിന് മേലെ ഒന്നുകൂടെ വെക്കുക ഇവിടെ വെക്കുക എന്നിട്ട് ഇവിടെ നിന്ന് കറക്റ്റ് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ചൂട്ടടി പോവില്ല അപ്പം എന്തായി ആ ശരിക്കും തിന്നോടാ മറ്റേ കാശ്മീർ മുളക് പൊടി ഇല്ലേ നമുക്ക് കുറച്ച് ഇട്ടായിരുന്നു എനിക്ക് ഭയങ്കര പ്രശ്നം ആവാനല്ലേ 1 കിലോ മേലുണ്ട് 1 കിലോനും 90 ഗ്രാമുണ്ട് നാളേക്ക് റെഡിയാവും അപ്പം ഉണ്ട് ഉപ്പ് കുറവായോ ഓക്കെ ലാസ്റ്റ് ഇട്ടതാ നീയല്ലേ നിങ്ങളൊക്കെ കൂടുതലാ ടേസ്റ്റ് ഉണ്ടോ നിങ്ങൾ ടേസ്റ്റ് ഉണ്ടോ ഇതോ അതിൻ്റെ റെസിപ്പി ഇനി എല്ലാവരും പറ്റൂലേ ഫിനിഷ്
എന്താ പരിപാടി? ഇനി പാത്രം കഴുകണോ? സിനിമ ഉണ്ടോ? സിനിമ ചെയ്താൽ പണി അങ്ങനെയാണ്. അപ്പൊ നിങ്ങളെ എങ്ങനെ കുത്തുന്ന ഈ സാധനം എടുത്തില്ല. ഇനിയുണ്ട് കുറേ നിങ്ങൾക്ക് വയ്യുണ്ടോ എന്തേലും? ഗൈസ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നല്ല കിടിലം ബീഫൊക്കെ ഉണ്ടാക്കി വെച്ചോ അല്ലേ? ഇനി അടുത്ത ഊഴം നാളെ ഓംലേറ്റും ബ്രെഡും. എന്തോരാണ് സെറ്റല്ലേ? സെറ്റാക്കാം. അപ്പോൾ ഓക്കെ, ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.